കണിയാപുരത്ത് കഞ്ചാവ് വാങ്ങാൻ പണം നൽകാത്തതിന് വീടിന് തീയിട്ടു. കണിയാപുരം അൻസി മൻസിലിൽ ഷാജഹാന്റെ വീടിനാണ് സഹോദരിയുടെ മകൻ ഫൈസൽ തീയിട്ടത്. ഇന്നലെ രാത്രി വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടിരുന്നു. ഈ പണം നൽകാത്തതിനാൽ തന്നെ വലിയ ബഹളമുണ്ടാക്കിയ ഫൈസൽ കത്തി കൊണ്ട് സ്വയം കൈഞ്ഞരമ്പ് മുറിക്കുകയും വീടിന് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സനീറ്റ വിവരങ്ങളുമായിട്ടുണ്ട്. സനീറ്റ, സേതു, ഇന്നലെയാണ് ഇത്തരത്തിൽ കണിയാപുരം തിരുവനന്തപുരം വീട്ടിൽ ഈ ഫൈസൽ ഈ ലഹരി മരുന്നുകൾ മേടിക്കാൻ വേണ്ടി പണം ആവശ്യപ്പെട്ട് ഈ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് സഹോദരിയുടെ ഭർത്താവും പണം നൽകില്ല എന്ന് കർശനമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇദ്ദേഹം വലിയ തരത്തിലുള്ള ദേഷ്യത്തിൽ വീട് തീയിടുമെന്ന് പറയുന്നു. തുടർന്ന് വലിയ പ്രശ്നങ്ങളാണ് അത്തരത്തിൽ ഫൈസൽ അവിടെ ഉണ്ടാക്കുന്നത്. തുടർന്ന് സ്വയം തന്നെ കത്തിയെടുത്ത് തൻ്റെ കൈ മുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് എത്തുന്നു. പോലീസ് അദ്ദേഹത്തെ ഈ കൈമുറിച്ച സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ പോലീസ് അപ്പോൾ തന്നെ അവിടെ പറയുകയുണ്ടായി, സഹോദരിയോട് പറയുകയുണ്ടായി, ഇദ്ദേഹം വലിയ തരത്തിലുള്ള ഈ മാനസിക രോഗം അല്ലെങ്കിൽ ഈ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നിയന്ത്രണം വിട്ട ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് വീട് മാറി താമസിച്ചോ അല്ലെങ്കിൽ ഇദ്ദേഹം തിരികെ എത്തി ഈ വീട് കത്തിക്കുമെന്നുള്ളൊരു ഈ പ്രകോപനപരമായ ഒരു ഭീഷണിയൊക്കെ ഉണ്ടായതിനെ തുടർന്ന് വീട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ കൈമുറിച്ച സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഇദ്ദേഹം ആശുപത്രി വിടുകയും ഈ വീട്ടിലേക്ക് എത്തുകയും ഈ വീട് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവർ ഈ മാറി താമസിച്ചുകൊണ്ട് കൂടുതൽ വലിയ ഒരു പ്രത്യാഘാതം ഇതിന് ഉണ്ടായിരുന്നില്ല. കാരണം പക്ഷേ വീട്ടിനുള്ളിൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള വലിയ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി. കുറച്ച് ഇപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വീടൊക്കെ പൂർണ്ണമായിട്ടും കത്തി നശിച്ച അവസ്ഥയിലാണ്. എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നാട്ടിൽ. കഞ്ചാവ് വാങ്ങിക്കാൻ പൈസ കൊടുക്കാത്തതിനാണ് വീടിനെ തന്നെ തീ വെച്ച് നശിപ്പിച്ചത്.